Welcome to the second section of the chapter that is biological classification. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മൾ ഇന്നുള്ളത്. കഴിഞ്ഞ സെക്ഷനിൽ, അതായത് ഒന്നാമത്തെ വീഡിയോയില് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം അരിസ്റ്റോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വൂസ് വരെ പോകുന്ന 6 കിങ്ഡംസിനെ വരെ അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ ആളായിട്ടുള്ള മൊനീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, മൊനീറ ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. എന്താണ്? യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഓർഗാനിസംസിനെ നമ്മൾ അതിന്റെ ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്, നമ്മൾ ബാക്ടീരിയ അതിന്റെ ഷേപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് 4 കാറ്റഗറി 4 ഷേപ്പുകൾ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, വരയ്ക്കുകയും ചെയ്തു നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ മൊനീറയുടെ ബാക്കിയുള്ള ഏരിയയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകാൻ ശ്രദ്ധിച്ചിരിക്കാം. മൊനീറയിൽ പ്രധാനമായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ മെയിൻ ആയിട്ട് 4 ടൈപ്പാണുള്ളത്. ബാക്ടീരിയാസിന്റെ 4 ടൈപ്പാണുള്ളത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ ആണ്. നമുക്ക് പഠിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഇവരൊക്കെയാണ്. ഒന്നാമത്തേത് ഏതാണ്? ആർക്കി ബാക്ടീരിയ. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ. സെക്കൻഡ് വൺ ഇസ് യു ബാക്ടീരിയ. മൂന്നാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സയാനോബാക്ടീരിയ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ. ഷോർട്ടായിട്ട് നമ്മൾ BGA എന്ന് എഴുതും, ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, യെസ്. നാലാമതായിട്ട് നമുക്ക് പഠിക്കേണ്ട ആളാണ് നമ്മുടെ മൈക്കോപ്ലാസ്മ, ദ സ്മോളസ്റ്റ് ലിവിംഗ് ഓർഗാനിസം എന്ന് നമ്മൾ പറയുന്ന സിംഗിൾ സെൽഡ് ആയിട്ടുള്ള മൈക്കോപ്ലാസ്മ. സൈസ് 0.01 മൈക്രോമീറ്റർ ഒക്കെയാണ് വരുന്നത്. വളരെ ചെറിയ ആളാണ് മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് PPLO. അതായത് മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസംസ് ആണ് PPLO. എന്താ PPLO എന്ന് പറയുന്നത്? PPLO ഇസ് ആക്ച്വലി പ്ലൂറോ നിമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ നിമോണിയ ലൈക്ക് ഓർഗാനിസംസിനെയാണ് നമ്മൾ PPLO എന്ന് പറയുന്നത്. പ്ലൂറോ നിമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 4 കാറ്റഗറീസ്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സയനോബാക്ടീരിയ, ഫൈനലി മൈക്കോപ്ലാസ്മ. ഈ 4 ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ആർക്കി ബാക്ടീരിയ. എന്തെല്ലാമാണ് ആർക്കി ബാക്ടീരിയസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന് നോക്കാം. ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ നമുക്ക് പറയാൻ പറ്റും ദേ ആർ ആക്ച്വലി പ്രിമിറ്റീവ് ടൈപ്പ് ആണ്. പ്രിമിറ്റീവ് ബാക്ടീരിയാസ് ആണ്. എന്താണ്? പ്രിമിറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ഓൾഡ് ടൈപ്പ് ബാക്ടീരിയാസ് ആണ്. പ്രിമിറ്റീവ് ടൈപ്പ് ആണ്, വളരെ ഓൾഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ബാക്ടീരിയനെ ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെ യു ബാക്ടീരിയ എന്ന് പറയുന്നത് ട്രൂ ബാക്ടീരിയ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ബിയർ ചെയ്യുന്ന ആളാണ്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രിമിറ്റീവ്, വളരെ ഓൾഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ദർ ഈസ് നോ ന്യൂക്ലിയർ മെറ്റീരിയൽ ബട്ട് ഇൻസ്റ്റെഡ് ദേ ഹാവ് എ ന്യൂക്ലിയോയിഡ്. എന്താ അവിടെ കാണുന്നത്? ദേ ഹാവ് ന്യൂക്ലിയോയിഡ്. ഇവരുടെ അടുത്ത് ന്യൂക്ലിയോയിഡ് പ്രസന്റ് ആണ്. പക്ഷെ എന്തില്ല, ന്യൂക്ലിയർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ DNA അങ്ങനെ സംഭവങ്ങൾ അവിടെ കാണൂല. ന്യൂക്ലിയോയിഡ് ആണ് അവിടെ മെയിൻ ആയിട്ട് കാണുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയാസിനെ കുറിച്ച് പറയുമ്പോൾ these are the certain group of bacteria which can survive in extreme harsh condition. എന്താണ്? certain bacteria which can survive in extreme harsh condition. എക്സ്ട്രീം ഹാർഷ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള ഓർഗാനിസംസിനൊന്നും ജീവിക്കാൻ പോലും അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാതെ അത്രയും ഹാർഷ് ആയിട്ടുള്ള എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുക.
എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വളരെ കൂടിയ ഹോട്ട് സ്പ്രിങ്സിൽ അല്ലെ ടെമ്പറേച്ചർ ഏറ്റവും കൂടിയ നിലയിൽ മോർ ദാൻ 100°C ജീവിക്കാൻ കഴിവുള്ളവരാണ്. സിമിലർ ആയിട്ട് ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ തണുത്ത് മരവിച്ച രൂപത്തിൽ അവിടെയും കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ എടുത്താലും അതിന്റെയൊക്കെ എക്സ്ട്രീം റൈറ്റ്, നമ്മൾ പറയും എക്സ്ട്രീം റൈറ്റ് ആൻഡ് എക്സ്ട്രീം ലെഫ്റ്റ്. എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയ പോസിറ്റീവ് സൈഡും എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ നെഗറ്റീവ് സൈഡുമാണ്. അപ്പൊ എക്സ്ട്രീം സൈഡുകളിലൊക്കെ ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എന്ത് ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ. ആർക്കി ബാക്ടീരിയനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കുന്ന പോയിന്റ് ഏതായിരിക്കും? ദീസ് ആർ ദി ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം ഹാർഷ് കണ്ടീഷൻ. അപ്പൊ അങ്ങനെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ പ്രശ്നം ചെയ്തിരിക്കുന്ന യു ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം. യെസ്, ഡിഫറൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ്? ദി ആർക്കി ബാക്ടീരിയയുടെ സെൽ വോൾ ഹാവിംഗ് സം സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കവറിംഗ്സ് ഉണ്ട്. ആർക്കി ബാക്ടീരിയയുടെ സെൽ വാളിന് പുറത്തായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കവറിംഗ്സ് ഉണ്ട്, എക്സ്ട്രാ ലെയർ ഉണ്ട്. നോക്കുക, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ആർക്കി ബാക്ടീരിയ the capacity to survive in extreme harsh conditions is made possible by a protein that is present in their cell wall that is known as S protein. അതിന്റെ സെൽ വോളിലായിട്ട് എസ് പ്രോട്ടീൻ ലെയറുകൾ കാണുന്നുണ്ട്. എസ് പ്രോട്ടീൻ ലെയർ ഉണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് കൂടുതലായിട്ട് ഹാർഷ് കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. എസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, എസ് ഉദ്ദേശിക്കുന്നത് സർഫേസ് പ്രോട്ടീൻ എന്നുള്ള ടേമിൽ നിന്നിട്ടാണ് എസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ? വളരെ ഈസിയാണ് സംഭവത്തെ. എക്സ്ട്രീം ഹാർഷ് കണ്ടീഷനിൽ അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്ട്രീം ഹാർഷ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടീഷനായിട്ട് പറയാൻ പറ്റുക? ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ സലിനിറ്റി അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചിരുന്നു, അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ if the archaebacteria can survive in extreme salinity condition. എന്താണ് എക്സ്ട്രീം സലിനിറ്റി? ഉപ്പ് കൂടിയ, ഏറ്റവും കൂടുതൽ ഉപ്പ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, എക്സ്ട്രീം സലിനിറ്റിയിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആർക്കി ബാക്ടീരിയാസിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഹാലോഫൈൽസ് എന്ന് പറയും. അതുപോലെ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ആൾക്കാരാണ് തെർമോ ആസിഡോഫൈൽസ്. തെർമോ ആസിഡോഫൈൽസ്. If the archaebacterium can survive in extreme hot springs, എവിടെയാണ്? ഹോട്ട് സ്പ്രിങ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഹോട്ട് സ്പ്രിങ്സിൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ടെമ്പറേച്ചർ ഉണ്ട്, അസിഡിക് കണ്ടീഷൻസും കൂടുതലാണ്. അപ്പൊ ടെമ്പറേച്ചറും അസിഡിക് കണ്ടീഷൻസും കൂടിയ സ്ഥലങ്ങളിൽ ഹോട്ട് സ്പ്രിങ്സിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള ആർക്കി ബാക്ടീരിയാസിനെ നമ്മൾ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയും. തെർമോ ആസിഡോഫൈൽസ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് methanogens. So these are the archaebacteria which can survive in marshy lands അല്ലെങ്കിൽ marshy conditions. മാർഷി എന്ന് പറഞ്ഞാൽ നല്ല ചതുപ്പ് നിലയത്തിൽ വരെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ മെത്തനോജൻസ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നോക്കിക്കായിരിക്കും. ഹാലോഫൈൽ, സലിനിറ്റി, തെർമോ ആസിഡോഫൈൽ, ഹോട്ട് സ്പ്രിങ്സിലെ ആൻഡ് മാർഷി കണ്ടീഷൻസിനാണെങ്കിൽ മെത്തനോജൻസ് എന്ന് പറയും. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ, ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ വേറൊരു സ്ഥലത്തൂടി കാണുന്നുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മൾ റൂമിനന്റ് ആനിമൽസിന്റെ ഗട്ടിൽ പ്രസന്റ് ആണ്. എന്താ റൂമിനന്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ? അഴവിറക്കുന്ന മൃഗങ്ങളുടെ. ഇപ്പൊ നമ്മുടെ നമ്മളൊരു പശുവിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട്, അവിടെ ഒരു പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് കഴിഞ്ഞാല് നമുക്കറിയാം അവർ ഹെർബിവോസ് ആണ്. അവിടെയുള്ള ഗ്രാസിന് മുഴുവൻ അവർ ഭക്ഷിക്കും, ഗ്രാസിന് മുഴുവൻ അവർ തിന്നും. എന്നിട്ട് അപ്പൊ അവര് നമ്മൾ ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ 1.5 മണിക്കൂർ നേരത്തേക്കാണ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കെട്ടിയിടുന്നതെങ്കിൽ ആ സമയത്തും അവർക്ക് എത്രത്തോളം പുല്ല് തിന്നാൻ പറ്റുമോ അത്രത്തോളം ഗ്രാസിന് അവർ എന്ത് ചെയ്യും? അവർ കൺസ്യൂം ചെയ്യും. അത്രത്തോളം ഗ്രാസിന് അവർ തിന്നും. എന്നിട്ട് നമ്മൾ അതിന് തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ ഷെഡിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണെങ്കിൽ, അതിന്റെ ആലയിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുന്ന സമയത്ത് ഈ ആദ്യം ഭക്ഷിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ആദ്യം ഭക്ഷിച്ചെന്ന് പറയുന്നത് ഗ്രാസാണ്. ഈ ഗ്രാസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അതിന്റെ ഓൾറെഡി അതിന്റെ വയറിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഗ്രാസിന്റെ പ്രത്യേകത എന്താ? സെല്ലുലോസിക് സെൽവാൾ ആണ് പ്ലാന്റ്സിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ജനറലി അല്ലെ. സെല്ലുലോസിക് സെൽവാളാണ്. പക്ഷെ ആനിമൽസ് ഇപ്പൊ നമ്മള് ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ നമ്മളിപ്പോ കോഴി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട് അല്ലെ. ജന്തുക്കളെ നമ്മൾ കഴിക്കുന്നുണ്ട്, മൃഗങ്ങളെ കഴിക്കുന്നുണ്ട്. അപ്പൊ അവരിലൊന്നും സെൽവാൾ ഇല്ല, ഈസി ആയിട്ട് ഡൈജസ്റ്റബിൾ ആണ്. പക്ഷെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് സെല്ലുലോസിക് സെൽവാൾ പ്രസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കെട്ടിയിടുന്ന സമയത്ത് മാക്സിമം ഫുഡിന് അവർ കഴിക്കും. ആ സമയത്ത് പ്രോപ്പർ ആയിട്ട് ചൂയിങ് ചെയ്യില്ല. ചൂയിങ് നന്നായിട്ട് കടിച്ച് ചവച്ചരച്ച് അവർ കഴിക്കൂല. അത്രയും സമയം ഉണ്ടാവില്ലല്ലോ.
പിന്നെ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡിനെ തിരിച്ചെടുക്കും. അവരുടെ പെരിസ്റ്റാൾസിസ് പ്രോസസ് വഴി തിരിച്ചതിനെ വീണ്ടും ഗട്ടിലേക്ക് എടുത്തിട്ട് ആ ആനിമൽസ് അതിനെ വീണ്ടും ചീവ് ചെയ്ത്, നിങ്ങൾ കാരണം വെറുതെ ആലയിൽ നിൽക്കുന്ന ആൾക്കാരെ വീണ്ടും വെറുതെ ഇങ്ങനെ ഈ നമ്മുടെ പശുക്കൾ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ചവച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഫുഡിനെ തിരിച്ചെടുത്തിട്ട് അതിനെ വീണ്ടും ചവച്ച് ചെറിയ ഫോംസ് ആക്കി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ റൂമിനന്റ് ആനിമൽസ് എന്ന് പറയുന്നത്. എന്താണ് റൂമിനന്റ് ആനിമൽസ്? റൂമിനന്റ് എന്ന് പറഞ്ഞാൽ അരവറക്കുന്ന മൃഗങ്ങൾ എന്നാണ് റൂമിനന്റ് ആനിമൽസ്. ആ റൂമിനന്റ് ആനിമൽസിന്റെ ഗട്ടിൽ ആര് പ്രസന്റ് ആണ്? ഗട്ടിൽ നമ്മളെ മെത്തനോജൻസ് ബാക്ടീരിയ പ്രസന്റ് ആണ്. മെത്തനോജൻസ് ബാക്ടീരിയ പ്രസന്റ് ആണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു കാര്യം അറിയാം, അവരുടെ ഗട്ടിൽ ഈ മെത്തനോജൻസ് ബാക്ടീരിയ പ്രസന്റ് ആണെങ്കിൽ ഇവർ ഈ ചൂയിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫുഡ് പോകുന്ന സമയത്ത് ആ ഫുഡിനുള്ളിലൂടെ പോകും അല്ലെ. എന്നിട്ട് ഈ കൗ ഡെങ്ങില് ആര് പ്രസന്റ് ആയിരിക്കും? അപ്പൊ കൗ ഡെങ്ങില് നമുക്കറിയാം, കൗ ഡെങ്ങില് ആര് പ്രസന്റ് ആണ്? മെത്തനോജൻസ് ബാക്ടീരിയ പ്രസന്റ് ആയിരിക്കും. മെത്തനോജൻസ് ബാക്ടീരിയ കൗ ഡെങ്ങിൽ കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കൗഡെങ്ങിനെ എപ്പോഴും എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമോ? നമ്മളെ ബയോഗ്യാസിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൗഡെങ്ങിനെ യൂസ് ചെയ്യാറുണ്ട്. ഗ്യാസിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ആ ബയോഗ്യാസിന് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ മെത്തനോജൻസ് ആണ്. ആരാണ് ഉണ്ടാക്കുന്നത്? മെത്തനോജൻസ് ബാക്ടീരിയ ആണ്. നമ്മൾ ബയോഗ്യാസിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വേസ്റ്റ് കമ്പോസ്റ്റ് എടുത്തു, കമ്പോസ്റ്റ് നമ്മൾ ഒരുപാട് വേസ്റ്റ് ഇടും, വേസ്റ്റ് ഇട്ട് അവസാനം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? കൗഡങ് സ്ലറി എന്ന് പറഞ്ഞാല് ചാണകത്തിന് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് ആ സ്ലറി, ആ ഒരു സൊല്യൂഷൻ നമ്മൾ അതിന് മുകളിലോട്ട് ഇടും. കാരണം ആ സ്ലറി എന്ന് പറയുന്നത് ഇനോക്കുലമാണ്. ആ സ്ലറിയിലെ മെത്തനോജൻ ബാക്ടീരിയ പ്രസന്റ് ആണ്. ഈ മെത്തനോജൻ ബാക്ടീരിയ പോയിട്ടാണ് ഈ ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളെ, അതായത് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഡീകമ്പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് ബയോഗ്യാസ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. ആരാ ശരിക്കും ബയോഗ്യാസ് എന്ന് പറയുന്നത്? മീതെയിൻ ഗ്യാസ് ആണ് ശരിക്കും ബയോഗ്യാസ് എന്ന് പറയുന്നത്. ആ മീതെയിൻ ഗ്യാസിന് അല്ലെങ്കിൽ ബയോഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയാസ് ആണ്? മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇത്രയും ആർക്കി ബാക്ടീരിയാസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വളരെ ഈസിയാണ്. ബാക്ടീരിയ ഫൗണ്ട് ഇൻ ഹാർഷ് കണ്ടീഷൻസ്. ആ ഹാർഷ് കണ്ടീഷൻ ബേസ് ചെയ്ത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: ഹാലോഫൈൽ, തെർമോ ആസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രൂ ബാക്ടീരിയ, അതായത് യു ബാക്ടീരിയയെ കുറിച്ചിട്ടാണ്. ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ. ഓക്കെ, ദേ ഹാവ് എ ട്രൂ ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ട്രൂ ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ പ്രസന്റ് ആണ്. യു ബാക്ടീരിയയുടെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആണ്, പക്ഷെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. അല്ലെ, ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ് മൊണീറിയൽ ആബ്സെന്റ് ആണ്. അപ്പൊ ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ദെൻ ദിസ് ഓർഗാനിസം, ഈ ബാക്ടീരിയാസ് മോർട്ടൈൽ ആണെങ്കിൽ, അതായത് യു ബാക്ടീരിയ മോർട്ടൈൽ ആണെങ്കിൽ, മൊബിലിറ്റി ഉള്ള ആളാണെങ്കിൽ, മോർട്ടൈൽ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് മോർട്ടൈൽ, ഇഫ് മോർട്ടൈൽ ആണെങ്കിൽ ആ മോർട്ടൈൽ സ്ട്രക്ചർ ആയിട്ട് ആര് പ്രസന്റ് ചെയ്തിരിക്കും? ഫ്ലജല്ല. അപ്പൊ മോർട്ടൈൽ ആണെങ്കിൽ അവിടെ മോർട്ടിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ ഏതാണ്? ഫ്ലജല്ലയാണ്. നോക്കിയിരുന്നോ? ഇപ്പൊ ഇത് ബാക്ടീരിയയുടെ സെൽവാളാന്ന് വിചാരിച്ചോ. ഫ്ലജല്ലയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇത് ബാക്ടീരിയയുടെ സെൽവാളാന്ന് വിചാരിച്ചോ. യെസ്, ഇവിടെ നിന്നിട്ടാണ് ഫ്ലജല്ലയുടെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഫ്ലജല്ലയ്ക്ക് ബേസ് ആയിട്ട് 3 പോർഷൻസ് ആണ്. ഫ്ലജല്ലയ്ക്ക് ബേസ് ആയിട്ട് 3 പോർഷൻസ് ആണ്. അതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് ശരിക്കും ബേസൽ ബോഡി. ബേസൽ ബോഡി. രണ്ടാമത്തെ പാർട്ടാണ് ഹൂക്ക്. ഹൂക്ക്. മൂന്നാമത്തെ പോർഷൻ ആണ് ഫിലമെന്റസ്. ഫിലമെന്റസ് കണ്ടോ? ഏതൊക്കെയാണ്? ബേസൽ ബോഡി, ഹൂക്ക്, ഫിലമെന്റസ്. ഈ ബേസൽ ബോഡി ശരിക്കും 2 ടൈപ്പ് ഉണ്ടാകാറുണ്ട്. ഒന്നൊരു 4 റിംഗ് ടൈപ്പ് ഉണ്ടാകാറുണ്ട്, 2 റിംഗ് ടൈപ്പ് ഉണ്ടാകാറുണ്ട്. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഈ പോർഷൻ അറിഞ്ഞാൽ മതി. ബേസൽ ബോഡി, ഹൂക്ക്, ഫിലമെന്റസ്, ഇങ്ങനെ 3 ഉണ്ടാകും. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ 2 റിംഗ് ടൈപ്പ് ഒരു ബേസൽ ബോഡി ഇവിടെ വരയ്ക്കുന്നു. നോക്കുക, ഇത് 2 ബേസൽ ബോഡീസ് എന്ന് പറയുന്നത്. കണ്ടോ? ബേസൽ ബോഡി പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ബേസൽ ബോഡി. ഇതെന്താണ്? ബാക്ടീരിയയുടെ സെൽ വാൾ ആണ്. ആ സെൽ വാളിലാണ് ആര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ബേസൽ ബോഡി. ബേസൽ ബോഡിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഈ അറേഞ്ച് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കും ഹൂക്ക്. ഇതാണ് എന്ത്? ഹൂക്ക്. ശ്രദ്ധിച്ചിരിക്കാം, ഇതാണ് ഹൂക്ക്. 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 Because the hook is act as a connection link between basal body and filamentous. ബേസൽ ബോഡിയുടെയും ഫിലമെന്റസിന്റെ ഇടയിലുള്ള കണക്ഷൻ ലിങ്ക് ആണത് ഹൂക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ടെയിൽ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഫിലമെന്റസ്. അപ്പോൾ ഫിലമെന്റസ് ഏതാണ്? ടെയിൽ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഫിലമെന്റസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് കൊണ്ടാണ്. ഫിലമെന്റസിൽ എന്തുണ്ട്? ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബേസിക്കലായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കുക, ഫിലമെന്റസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് കൊണ്ടാണ്.
ഗ്ലോബുലാർ പ്രോട്ടീൻസ് കൊണ്ടാണ് ഫിലമെന്റസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം വ്യക്തമായല്ലോ, സംഭവത്തിലല്ലോ. ഇഫ് ദ ബാക്ടീരിയസ് ആർ മോട്ടൈൽ, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ യു ബാക്ടീരിയയുടെ അണ്ടറിൽ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ആ ബാക്ടീരിയ നമ്മൾ യു ബാക്ടീരിയ എടുക്കുന്നത്. ഒരു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് വരേണ്ടത് യു ബാക്ടീരിയ ആണ്. അപ്പൊ ഒരു ബാക്ടീരിയയുടെ പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതിന്റെ അടിയിലായിരിക്കും? യു ബാക്ടീരിയയുടെ അടിയിലായിരിക്കും. ബാക്കി ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ, BGA അല്ലെങ്കിൽ നമ്മൾ മൈക്രോപ്ലാസ്മ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിനായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബാക്ടീരിയക്ക് സാധാരണ ഉണ്ടാകുന്ന ക്യാരക്ടർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരുടെ അണ്ടറിലാണ്? യു ബാക്ടീരിയയുടെ അണ്ടറിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മോട്ടൈൽ ആണെങ്കിൽ, അതായത് മൊബിലിറ്റി ഉള്ള ബാക്ടീരിയ ആണെങ്കിൽ അവരുടെ കേസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആരായിരിക്കും? ഫ്ലജല്ല. ഫ്ലജല്ലയ്ക്ക് ബേസിക്കലി 3 പാർട്ടാണുള്ളത്. ഒന്ന് ബേസൽ ബോഡി, മറ്റൊന്ന് ഹൂക്ക്, മറ്റൊന്ന് ഫിലമെന്റസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഞാൻ കണ്ടു. ഇതാണ് ബേസൽ ബോഡി, ഇത് രണ്ടുമാണ് ബേസൽ ബോഡി. ഈ പോർഷനെയാണ് നമ്മൾ ഹൂക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഹൂക്ക്, ദിസ് ഇസ് ബേസൽ ബോഡി. യെസ്, ഇതാണ് ഫിലമെന്റസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് കൊണ്ടാണ്. കാര്യം വ്യക്തമല്ലേ? യെസ്, വെരി ഗുഡ്. Now see here, second, eubacteria നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. So based on the mode of nutrition, the bacteria can be two type, അല്ലെ? എന്തിനെ ബേസ് ചെയ്തിട്ട്? മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട്. Based on mode of nutrition, bacteria can be of two types are there. ഒന്നെന്ന് പറയുന്നത് ഓട്ടോട്രോഫിക്, അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്, ഓട്ടോട്രോഫിക്. രണ്ടാമത്തെ കാറ്റഗറി ഏതാ? ഹെറ്ററോട്രോഫിക്. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ ഓട്ടോട്രോപ്പിക് എന്ന് പറയുമ്പോൾ രണ്ട് പോസിബിലിറ്റി. ഒന്നാമത്തത് ഫോട്ടോസിന്തറ്റിക്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് എന്താ? കീമോസിന്തറ്റിക്. അപ്പൊ എന്താ ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്? ഇഫ് സൺലൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ എനർജി, അതായത് ഫുഡിന്റെ പ്രിപ്പറേഷന് സൺലൈറ്റിനെയാണ് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് സൺലൈറ്റ്, നിങ്ങൾ എഴുതിക്കൊള്ളണം, if sunlight is using as an energy, then it is known as what? Photosynthetic. So ഫുഡിന്റെ പ്രിപ്പറേഷന് സൺലൈറ്റിനെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി if the chemical energy is used for the photosynthesis, then that is known as what? Chemosynthetic. Chemical energy-നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, the energy released during chemical degradation ആണ് അത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഫോട്ടോസിന്തസിന്റെ കേസിലാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? ബോർഡിൽ നോക്കുക. സൺലൈറ്റിന്റെ പ്രസൻസില് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത്? ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ 6 കാർബൺ ഡൈ ഓക്സൈഡും 12 H2S ആണ് വാട്ടറിൽ ഉണ്ടാകുക, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഹൈഡ്രജൻ H2S-നായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തിന്റെ ഫോർമേഷൻ ഉണ്ടാവും? നമ്മൾ സാധാരണ പറയും പോലെ C6H12O6, അതായത് ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ സാധാരണ നമ്മുടെ കേസിൽ ഓക്സിജനാണ് റിലീസ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ഓക്സിജന് പകരം ആരെ റിലീസ് ചെയ്യുന്നത്? സൾഫറിനെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും H2S-ഉമാണ് റിയാക്ട് ചെയ്യുക. H2S എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡ്. അത് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും പിന്നെ എന്തുണ്ടാകും? സൾഫറിനെ റിലീസ് ചെയ്യുക. ആരെയല്ല? ഓക്സിജനെ അല്ല. അപ്പൊ ഈ ടൈപ്പ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ അനോക്സിജനിക് ആണ്. ഏത് ടൈപ്പാണ്? അനോക്സിജനിക് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. അനോക്സിജനിക്. വാട്ട് ഈസ് അനോക്സിജനിക്? അനോക്സിജനിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റിലീസ് ചെയ്യാത്ത ഫോട്ടോസിന്തസിസിനെ നമ്മൾ പറയും അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. സംഭവം വളരെ ക്ലിയർ ആണ്, അത്രയൊന്നുമില്ല. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാല്? ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ സൺലൈറ്റിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് ആണ്. അപ്പൊ അവിടെ സാധാരണ നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ വാട്ടറിനെയാണ് അവർ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്? വാട്ടറിന് പകരമായിട്ട് ആരെ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുക? ഹൈഡ്രജൻ സൾഫൈഡിന്. അപ്പൊ ഓക്സിജന് പകരം പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന സൾഫർ ആയിരിക്കും. അതുകൊണ്ട് അത് അനോക്സിജനിക് ആണ്. ഈസി അല്ലെ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കി, കീമോസിന്തറ്റിക് ബാക്ടീരിയ. ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയയിൽ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് നൈട്രജൻ റീസൈക്ലിംഗ് പ്രോസസ്സിലാണ് ഇത് പ്രധാനമായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നൈട്രജൻ സൈക്കിള്, ഫോസ്ഫറസ് സൈക്കിള്, സൾഫർ സൈക്കിൾസ്, ഇങ്ങനെയുള്ള പൊട്ടാസ്യം സൈക്കിൾ, ഇങ്ങനെയുള്ള റീസൈക്ലിംഗ് ആയിട്ടുള്ള പ്രോസസ്സിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് ആണ്. കീമോസിന്തറ്റിക് ബാക്ടീരിയ. അപ്പൊ ഇത് യൂഷ്വൽ ആയിട്ട് നിങ്ങൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്, നമ്മൾ പ്ലസ് 1 പഠിക്കും ഇത്. അപ്പൊ നൈട്രിഫിക്കേഷൻ എങ്ങനെയാ നോക്കിക്കോ. ശരിക്കും അമോണിയയുടെ മോളില് ഈ ഓർഗാനിസംസ് ആക്ട് ചെയ്യും. ആരാ ആക്ട് ചെയ്യുന്ന അറിയാം? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നൈട്രോസോമോണാസ് പ്ലസ് നൈട്രോകോക്കസ് എന്ന് പറയുന്ന 2 ബാക്ടീരിയ. ഏതൊക്കെയാണ്?
നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ് എന്ന് പറഞ്ഞ രണ്ട് ബാക്ടീരിയ എന്തിനു മോൾ ആക്ട് ചെയ്യും? അമോണിയയുടെ. എന്നിട്ട് അതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്ന അറിയോ? നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ നൈട്രേറ്റിനെ പിന്നീട് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് NO3- ബൈ ദ പ്രസൻസ് ഓഫ് നൈട്രോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. നൈട്രോബാക്ടർ എന്താ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താണ്? സം ഓഫ് ദ ഇനോർഗാനിക് ഫോംസ്, അതായത് അമോണിയയുടെ മോളില് നൈട്രേറ്റിന്റെ മോളിലൊക്കെ ആക്ട് ചെയ്യുന്ന നൈട്രേറ്റിന്റെ മോളിലൊക്കെ ആക്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇവര് പ്രധാനമായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂട്രിയന്റ് സൈക്കിളിനാണ്. ന്യൂട്രിയന്റ് റീസൈക്ലിംഗ് പ്രോസസ്സിലാണ് അവർ മെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രിയന്റ് റീസൈക്ലിംഗ് പ്രോസസ്സിൽ ഏതുപോലെ നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫർ സൈക്കിൾ, സൾഫർ സൈക്കിളിലൊക്കെയാണ് പ്രധാനമായിട്ട് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രിയൻ റീസൈക്ലിംഗ് പ്രോസസ്സിൽ. അപ്പൊ ന്യൂട്രിയൻ റീസൈക്ലിംഗ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവര് എനർജിനെ റിലീസ് ചെയ്യും അല്ലെ? ആ എനർജിയാണ് കീമോസിന്തറ്റിക്. ആ എനർജിനെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫോട്ടോസിന്തസിസ് ഇവിടെ ഫുഡിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഞാനതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നു. ഇതാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? നൈട്രിഫിക്കേഷൻ. സംഭവം എന്താണെന്ന് അറിയാം, നമ്മൾ പഠിക്കും. നൈട്രിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ അല്ലെ? നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അമോണിയനെ നൈട്രേറ്റ് ആക്കുക. എങ്ങനെ? ആദ്യം അമോണിയനെ നൈട്രേറ്റ് ആക്കും. ആദ്യം എന്താണ് ആക്കുന്നത്? അമോണിയനെ, ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അതിൽ ഇവിടെ എഴുതാം. അമോണിയനെ ആദ്യം എന്താക്കി മാറ്റും? നൈട്രേറ്റ്, NITRITE. പിന്നെ അതിനെന്താക്കി മാറ്റും? നൈട്രേറ്റ് ആക്കി മാറ്റും. NO3-. ഈ NO3- ഫോമിലാണ് നൈട്രജനെ സാധാരണ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ് എന്ന് പറയുന്ന രണ്ട് ബാക്ടീരിയ കൂടിയിട്ടാണ് അമോണിയനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. ഈ നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് ഏതാണ്? നൈട്രോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയനെ കൂടിയിട്ടാണ്. അപ്പൊ കീമോസിന്തറ്റിക് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആരൊക്കെയാണ്? നൈട്രോസോമോണാസ് ഒരു എക്സാമ്പിൾ ആണ്, നൈട്രോകോക്കസ് ഒരു എക്സാമ്പിൾ ആണ്, നൈട്രോബാക്ടർ ഒരു എക്സാമ്പിൾ ആണ്. കാര്യം ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് രണ്ട് ടൈപ്പ് ഓട്ടോട്രോഫിക്. ഫസ്റ്റ് ഏതാണ്? ഫോട്ടോസിന്തറ്റിക്. രണ്ടാമത്തേതാണ് കീമോസിന്തറ്റിക്. ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത്. ഈ ഹെറ്ററോട്രോഫിക്കിൽ ആരൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ഹെറ്ററോട്രോഫിക്കിൽ നമുക്ക് പറയാം സാപ്രോഫൈറ്റിക് ബാക്ടീരിയാസ് ആർ ദർ. സാപ്രോഫൈറ്റിക്. എന്താ സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്? ഡെഡ് ഓർഗാനിസംസിന്റെ മുകളില്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിന്റെ മോളില് ആക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്കൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. ക്ലോസ്ട്രീഡിയം എന്തിന് എക്സാമ്പിൾ ആണ്? ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിസംസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം. അടുത്ത് അപ്പൊ ഒന്ന് സാപ്രോഫൈറ്റിക് ആയിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്കറിയാം എന്താണ്? സിംബയോട്ടിക് ആയിട്ടുണ്ട്. സിംബയോട്ടിക് അസോസിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ 10th നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സിംബയോട്ടിക് അസോസിയേഷൻ, അതായത് ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ, പയറുവർഗ്ഗ ചെടികളുടെ ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്ന ഒരു ബാക്ടീരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു? റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ അല്ലെ? യെസ്, റൈസോബിയം ലെഗ്യൂമിനോസാറം എന്നാണ് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ. ഹാവിംഗ് ആൻ അസോസിയേഷൻസ് വിത്ത് ആരുടെ റൂട്ടുമായിട്ടാണ്? ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സുമായിട്ട് അസോസിയേഷനിൽ കാണുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയം. അത് എന്തിന് എക്സാമ്പിൾ ആണ്? സിംബയോട്ടിക് അസോസിയേഷൻ എക്സാമ്പിൾ ആണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാം പാരസൈറ്റിക്. ചില ബാക്ടീരിയം പാരസൈറ്റിക് ആയിട്ട് കാണുന്നുണ്ട്. പാരസൈറ്റിക് ആയിട്ട് കാണുന്ന ബാക്ടീരിയംസ് സാധാരണ നമ്മുടെ കേസിൽ രോഗാണുക്കളായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തുന്ന ആൾക്കാരാണ്. അവരെന്തുണ്ട്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണ് അസുഖങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പൊ കോളറ, ടൈഫോയിഡ്, അതൊക്കെ അതിന് എക്സാമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരാളെ കൊടുക്കാം. എന്താണ്? വിബ്രിയോ കോളറ. കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയം വിബ്രിയോ കോളറ അല്ലെ? വിബ്രിയോ കോളറ. അതുപോലെ സാൽമോണല്ല ടൈഫിമീഡിയം, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. പാരസൈറ്റിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെ ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ആണ്. അതുപോലെ ഈ ഹെറ്ററോട്രോപിക് ബാക്ടീരിയത്തിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കേട് ഉണ്ടാക്കുന്നത്. മിൽക്കിൽ നിന്ന് കേട് ഉണ്ടാക്കുന്നത്, തൈര് ഉണ്ടാക്കുന്നത് എന്താണ്? സെയിം ആയിട്ടുള്ള ഹെറ്ററോട്രോപിക് ബാക്ടീരിയാസിന് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ,
അപ്പോ ബേസിക്കലി ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻസ്. ഓട്ടോട്രോപിക് ആൻഡ് ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻസിനെ ഇവിടെ വളരെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടല്ലോ. യെസ്, കണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻസ്? മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. നമുക്ക് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. റീപ്രൊഡക്ഷൻ നമുക്കറിയാം ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ട്. അസെക്ഷൽ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം അസെക്ഷലും സെക്ഷലും. അപ്പൊ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻസിൽ നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളതിൽ ഒന്നാമത്തതാണ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ ജസ്റ്റ് നമുക്ക് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം ബൈനറി ഫിഷൻ എങ്ങനെയാണ്. രണ്ടാമത്തതാണ് എൻഡോസ്പോർ ഫോമേഷൻ. പിന്നെ വളരെ റെയർ ആയിട്ട് കാണുന്ന മൂന്നാമത്തെ മെത്തേഡ് ആണ് ബഡ്ഡിംഗ്. വളരെ റെയർ, വെരി റെയർ ആയിട്ട് കാണുന്നതാണ് ബഡ്ഡിംഗ്. വെരി റെയർ, നമുക്ക് അതിനെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് വെരി വെരി റെയർ ആണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻസിനാണെങ്കിൽ നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഇവിടെ ഇതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും ഏതൊക്കെയാണ്. ഒന്നാമത്തത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഡക്ഷൻ ആണ്. ട്രാൻസ്ഡക്ഷൻ പേരുകളേ ഉള്ളൂ, ഒക്കെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചുതരാം. ട്രാൻസ്ഡക്ഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് കോൺജുഗേഷൻ. ഇതാണ് മൂന്ന് ടൈപ്പ്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. സെക്ഷൻ ആണെങ്കിൽ ബൈനറി ഫിഷൻ, എൻഡോസ്പോർ ഫോർമേഷൻ, ബഡ്ഡിംഗ് ഈസ് വെരി റെയർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. ട്രാൻസ്ഡക്ഷൻ ആൻഡ് കോൺജുഗേഷൻ, ഇങ്ങനെ മൂന്നെണ്ണമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ബൈനറി ഫിഷൻ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ തന്നെ എഴുതണേ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. യെസ്, അതിൽ ബൈനറി ഫിഷൻസിനെ കുറിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബൈനറി ഫിഷൻ. നമുക്ക് ബൈനറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട്. അപ്പം ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ ബാക്ടീരിയയിൽ കാണുന്ന കൂടുതലായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ശ്രദ്ധിച്ചിരുന്നോ? ഇതിപ്പോ ഒരു ബാക്ടീരിയ ആണ്. ഇതൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയുടെ സെൽ വാളില് നമ്മൾ സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ പഠിക്കും. എന്നാൽ ഇപ്പൊ തന്നെ അതിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. ബാക്ടീരിയയുടെ സെല്ലില് ഇതിപ്പോ ഇതിന്റെ ബാക്ടീരിയയുടെ സെൽ വാൾ ആണ്. ഇത് ബാക്ടീരിയ പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് വിചാരിച്ചു. ഇതിന് പുറത്ത് സെൽ വാൾ ഉണ്ട്. എനിവേ ദിസ് ഇസ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ ഈ ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഇറ്റ് വിൽ ഹാവ് എ സർട്ടൈൻ ഇൻഫോൾഡിങ്സ്. ചില സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽ വാൾ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്കായിട്ട് ചില ഇൻഫോൾഡിങ്സ് കാണുന്നുണ്ട്. എന്താണ്? ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ. ശ്രദ്ധിച്ചിരിക്കാം, ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ സൈറ്റോപ്ലാസത്തിലേക്കായിട്ട് ചെറിയ ഇൻഫോൾഡിങ്സ് കാണാറുണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മീസോസോം. ജസ്റ്റ് മീസോസോം എന്ന് അറിഞ്ഞിരുന്നാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ അടുത്ത സെല്ലിൽ പഠിക്കും. ഈ മീസോസോമില് റീപ്രൊഡക്ഷൻ ആവുന്ന സമയത്ത് ഇപ്പൊ ഇതിലൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിലിങ്ങനെ ഒരു സർക്കുലർ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇപ്പൊ ഈ സെല്ല് ഡിവൈഡ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് ആ ന്യൂക്ലിയസ് വന്നിട്ട് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യും? മീസോസോമുമായിട്ട് അറ്റാച്ച് ചെയ്യും. മീസോസോമിന്റെ ഫംഗ്ഷൻ ആണ് ഹെൽപ്സ് ഇൻ റിപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിയസ്. എന്തിനാണ്? ഹെൽപ്സ് ഇൻ റിപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിന്റെ റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇയാളാണ്. അപ്പൊ അത് നോക്കിയപ്പോ എന്തായിട്ട് മാറും നോക്കുക. ഇവിടെ ഇത് ഞാൻ വരക്കുന്നത് ഈ സെയിം ബാക്ടീരിയ ആണ്. സെയിം ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ രണ്ട് മീസോസോം ഉണ്ടാവും. ഒരു സ്ഥലത്ത് ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും? ഒരു സ്ഥലത്ത് ഇതിന്റെ റിയൽ കോപ്പി, DNA റിയൽ കോപ്പി. മറ്റൊന്ന് പറയുന്നത് അതിന്റെ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് കോപ്പി? ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോപ്പി ഇല്ലേ, ഏത് റെപ്ലിക്കേറ്റഡ് കോപ്പി, അത് വന്ന് നിൽക്കും. എന്നിട്ട് ഇവരുടെ ഇടയിൽ നോക്കുക, ദർ വിൽ ബി ഒരു സെല്ല് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻസ് നടന്നു. ഇപ്പൊ എന്തായിട്ട് മാറി? 2 ഡോട്ടർ ബാക്ടീരിയാസ് ആയിട്ട് മാറി അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം DNA ന്യൂക്ലിയസ് റിപ്ലിക്കേഷൻ ഫസ്റ്റ് നടക്കുന്നത്. എന്താണ്? ന്യൂക്ലിയസിന്റെ റിപ്ലിക്കേഷൻ, അതായത് DNA റിപ്ലിക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ DNA റിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് നടക്കുന്നത്. DNA റിപ്ലിക്കേഷൻ
ആദ്യത്തെ പ്രോസസ്. രണ്ടാമത്തതോ സൈറ്റോകൈനസിസ്, അതായത് സെല്ലിന്റെ ഡിവിഷൻ അല്ലെ. ആദ്യം ഡിഎൻഎയുടെ റിപ്ലിക്കേഷൻ, രണ്ടാമത് സെൽ ഡിവൈഡ് ചെയ്തു, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു, സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്, ദിസ് ഇസ് ബൈനറി ഫിഷൻ. ഓക്കെ, അത് ഈസിയാണ്, നോ പ്രോബ്ലം, നിങ്ങൾ എഴുതിക്കോളും. ഓക്കെ, ബൈനറി ഫിഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് എൻഡോസ്പോർ ഫോർമേഷൻ. എൻഡോസ്പോർ ഫോർമേഷൻ, എൻഡോസ്പോർ ഫോർമേഷൻ, സ്പോർ ഫോർമേഷൻ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതാണ് എൻഡോസ്പോർ ഫോർമേഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ സ്പോർ ഫോർമേഷൻ എന്നാണ് പറയുന്നത്, അത് തന്നെയാണ് എൻഡോസ്പോർ ഫോർമേഷൻ. കാരണം ഉള്ളിലാണ്, ബോഡിയുടെ ഉള്ളിലാണ് സ്പോർ ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് സ്പോർ ഫോർമേഷൻ ഉണ്ടാകുന്നത്? സ്പോർ ഫോർമേഷൻ ഉണ്ടാകുന്നത് അൺഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്താണ്. എപ്പോഴാണ്? അൺഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത്. അൺഫേവറബിൾ, നമുക്ക് കണ്ടീഷൻ ഫേവറബിൾ അല്ല. കണ്ടീഷൻ ഫേവറബിൾ അല്ല എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയം അപ്പൊ തന്നെ ബൈനറി ഫിഷൻ നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത് വരെ എന്ത് ചെയ്യണം? പതുങ്ങിയിരിക്കണം. അവിടെയാണ് സ്പോറിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഞാനിവിടെ ഒരു ബാക്ടീരിയ നിങ്ങൾക്ക് വരയ്ക്കാൻ പോവാണ്. ഇതൊരു ബാക്ടീരിയമാണ്. ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ നമുക്കറിയാം എന്ത് പ്രസന്റ് ആണ്? ജനറ്റിക് കണ്ടന്റ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ DNA പ്രസന്റ് ആണ്. ദിസ് ഇസ് ദ DNA. ഓക്കെ, അപ്പൊ ഇവിടെ സ്പോർ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാല് ഈ DNA-ക്ക് ചുറ്റുമായിട്ട് DNA സറൗണ്ട് ചെയ്തിട്ട് ഒരു ലെയറിന്റെ ഫോർമേഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. എന്താണ് കോർട്ടെക്സ്? എന്താ കോർട്ടെക്സ്? ബേസിക്കലി എന്താണ്? ഇറ്റ്സ് എ കാപ്സ്യുലാർ പ്രോട്ടീൻ കോട്ട്. ഇറ്റ്സ് എ കാപ്സ്യുലാർ പ്രോട്ടീൻ കോട്ട്. എന്താണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഈ ജനറ്റിക് മെറ്റീരിയലിന് സറൗണ്ടിങ്സ് ആയിട്ട് ഒരു കാപ്സ്യുലാർ പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നത് നോക്കുക. ഇവിടെ സൈറ്റോപ്ലാസം എന്ത് ചെയ്യും? ഡൈ ചെയ്യും. സൈറ്റോപ്ലാസ്മിക് ഡെത്ത്. കാരണം അൺഫേവറബിൾ സിറ്റുവേഷൻ അല്ലേ. അപ്പൊ ഇയാളുടെ സൈറ്റോപ്ലാസം കംപ്ലീറ്റ് ആയിട്ട് മരിക്കും. കാരണം അയാൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺഫേവറബിൾ സിറ്റുവേഷൻ. ചിലപ്പോ വളരെ ഹാർഷ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൂടിയതാവും. അപ്പൊ സൈറ്റോപ്ലാസം ഒക്കെ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് അങ്ങ് മരിച്ചു പോകും, ചത്തുപോകും. അപ്പൊ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? കാപ്സുലാർ കോട്ടിംഗ് കൊണ്ട് പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് മാത്രം അവിടെ ബാക്കിയാവും. ഓക്കെ, അപ്പൊ സൈറ്റോപ്ലാസ്മിക് ഡെത്ത് സംഭവിക്കും. സൈറ്റോപ്ലാസ്മിക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ എൻഡോസ്പോർ മാത്രമാണ് ഇവിടെ കാണുക. എൻഡോസ്പോർ മാത്രം അങ്ങനെ മണ്ണിൽ എക്സിസ്റ്റ് ചെയ്യും. എൻഡോസ്പോർ മാത്രം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് എൻഡോസ്പോർ എന്നുള്ളത് മനസ്സിലായല്ലോ? കാരണം ഈ ഒരു ബോഡിയുടെ ഉള്ളിലാണ് ആദ്യം സ്പോർ ഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മണ്ണിൽ ഒരു എൻഡോസ്പോർ മാത്രമേ ഉണ്ടാവും. അപ്പൊ ഈ എൻഡോസ്പോർ പിന്നീട് ഫേവറബിൾ കണ്ടീഷൻ ആകുന്ന സമയത്ത് ഇയാൾക്ക് ഫേവറബിൾ കണ്ടീഷൻ ആയാല് അയാൾ പിന്നീട് എന്തായിട്ട് മാറി? ആ ബാക്ടീരിയമായിട്ട് മാറി, പുതിയ ബാക്ടീരിയമായിട്ട് മാറി. അപ്പൊ ഒരു ബാക്ടീരിയം ഒരു എൻഡോസ്പോർ ഉണ്ടാക്കും. ആ ഒരു എൻഡോസ്പോർ പിന്നീട് പുതിയൊരു ഡോട്ടർ ബാക്ടീരിയമായിട്ട് മാറും. കാര്യം മനസ്സിലായല്ലോ? വളരെ ഈസിയാണ്. ദിസ് ഈസ് എൻഡോസ്പോർ ഫോർമേഷൻ. എപ്പോഴാണ് നടക്കുന്നത്? അൺഫേവറബിൾ സിറ്റുവേഷനിലാണ് സാധാരണ എൻഡോസ്പോർ ഫോർമേഷൻ നടക്കാറുള്ളത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടല്ലോ? യെസ്. പിന്നെ ബഡിങ്ങിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് വെരി വെരി റയർ മെത്തേഡ്. അപ്പൊ അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സെക്ഷൽ റീപ്രൊഡക്ഷൻസ് മെത്തേഡുകളെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻസിന്റെ മെത്തേഡുകളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഒന്നാമതായിട്ടുള്ള ആളെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലെ? അപ്പൊ ആദ്യത്തെ ആളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞിരുന്നാൽ മതി. കാരണം ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കും. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് മോളിക്കുലർ ബേസിസ് ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കും. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രിഫിത്ത്. ഗ്രിഫിത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. ശരിക്ക് ജനറ്റിക് മെറ്റീരിയൽ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. അതായത് DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്ത ഒരു സ്റ്റഡി ആയിരുന്നു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കുക. ദാറ്റ് ഈസ് the genetic material of one bacterium can transform the genetic material of other bacterium. എന്താണ്? genetic material of genetic material of one bacterium can transform the genetic material of another bacterium. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, എഴുതി വെച്ചോ. genetic material of one bacterium can transform the genetic material of another bacterium. അതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായോ? അതായത് ഒരു ബാക്ടീരിയത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിന്
മറ്റൊരു ബാക്ടീരിയത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയുന്നത് ഇയാളുടെ ജനറ്റിക് മെറ്റീരിയൽ അയാളുടെ ജനറ്റിക് മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തിട്ട് രണ്ടുപേരും ഒരേപോലെ ആകുക. അതാണ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, അല്ലെ? ആള് മാറി. സെക്ഷൽ അപ്പൊ നിങ്ങൾ അറിയുക സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ആണോ? രണ്ടുപേരുണ്ട്. ഇവിടെ ഒരു ബാക്ടീരിയം ഉണ്ട്, ഇവിടെ ഒരു ബാക്ടീരിയം ഉണ്ട്. നോക്കാം, രണ്ട് ബാക്ടീരിയ ഉണ്ട്. ഇത് രണ്ടെണ്ണം. അപ്പൊ നോക്കി, ഇവിടെ എന്താ ഞാൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബാക്ടീരിയം ഇതിന്റെ ജനറ്റിക് മെറ്റീരിയലിന് ഈ ബാക്ടീരിയത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഇതുപോലെ ആക്കി മാറ്റാൻ പറ്റും. ഇതിനിപ്പോ വേറൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഇയാൾക്ക് വേറൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ ഈ ഒരു ബാക്ടീരിയത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിന് ഇയാളുടെ ജനറ്റിക് മെറ്റീരിയൽസിനെ ഇതുപോലെ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇയാള് ആദ്യം വേറൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിരുന്നു, ഇപ്പൊ ഇയാളുടെ പോലെയുള്ള ജനറ്റിക് മെറ്റീരിയൽ ആയി. അപ്പൊ ഇയാളുടെ ന്യൂക്ലിയസ് മാറിയില്ലേ, DNA മാറിയില്ലേ? അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ഗ്രിഫിത്ത്. ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് ട്രാൻസ്ഡക്ഷൻ. സെക്കൻഡ് ടൈപ്പ് ഇസ് നോൺ ആസ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ബാക്ടീരിയയിൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഒന്ന് ലെഡർബർഗ് ആൻഡ് ഇയാളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളായിരുന്നു ആരെ? ലിൻഡർ. ലുഡർബർഗ് ആൻഡ് സിൻഡർ. ഓക്കെ അല്ലേ? ആരൊക്കെയാണ്? ലെഡർബർഗ് ആൻഡ് സിൻഡർ, രണ്ട് സയന്റിസ്റ്റുകൾ. ട്രാൻസ്ഡക്ഷൻ, ലെഡർബർഗ് ആൻഡ് സിൻഡർ എന്ന് പറയുന്നത്. ഇനി എന്താ ട്രാൻസ്ഡക്ഷൻ? ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയം ഇൻ ടു അനദർ ബാക്ടീരിയം ബൈ ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ത്രൂ ബാക്ടീരിയോഫേജ്. നോക്കുക, ഇവിടെ ഒരു ബാക്ടീരിയം ഉണ്ട്. സപ്പോസ് ദിസ് ഇസ് B1 എന്ന് പറയുന്ന ബാക്ടീരിയ. ഇതൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അടുത്ത രണ്ടാമത്തെ ഒരു ബാക്ടീരിയം ഇവിടെ പ്രസന്റ് ആണ്. ദാറ്റ് ഈസ് B2 എന്ന് പറയുന്ന ബാക്ടീരിയ. ഇവിടെ രണ്ട് ബാക്ടീരിയസ് പ്രസന്റ് ആണ്. അപ്പൊ എന്താ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ നിന്ന് ഈ ജനറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ ഇതിന്റെ കോപ്പി ഉണ്ടാക്കും, റിപ്ലിക്കേഷൻ. ആ ജനറ്റിക് മെറ്റീരിയലിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഈ B2 എന്ന് പറയുന്ന ബാക്ടീരിയക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതാണ് സംഭവം. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയ ഇൻ ടു അനദർ ബാക്ടീരിയ ത്രൂ ബാക്ടീരിയോഫേജ്. ആരായി കൊണ്ടുപോയി കൊടുക്കുന്ന ആള്? ബാക്ടീരിയോഫേജ്. ആരാണ്? ബാക്ടീരിയോഫേജ് ആണ് ഈ കൊണ്ടുപോയി കൊടുക്കുന്ന ആള്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ബാക്ടീരിയോഫേജ്? ഒരു വൈറസ് ആണ്. ലീനിയർ ന്യൂക്ലിയസ് ഉള്ള, ലീനിയർ DNA ഉള്ള ഒരു വൈറസ് ആണ്. ഈ വൈറസിനെ എന്തുകൊണ്ട് ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കും? ബാക്ടീരിയനെ ഫേജ്, ഭക്ഷിക്കുക എന്നർത്ഥം. ബാക്ടീരിയനെ ഈറ്റ് ചെയ്യുന്ന ആള്, അതാണ് ബാക്ടീരിയോഫേജ്. ബേസിക്കലി ആരാണ്? ഒരു വൈറസ് ആണ്. അപ്പൊ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള DNA, ജനറ്റിക് മെറ്റീരിയലിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മറ്റൊരു ബാക്ടീരിയത്തിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ ആള് ദാറ്റ് ഈസ് കോൺജുഗേഷൻ. ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൺജുഗേഷൻ. ഓക്കെ, കോൺജുഗേഷൻ ബാക്ടീരിയയിൽ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ജോഷുവ ലെഡർബർഗ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലെഡർബർഗ് തന്നെ. ആരാണ്? ലെഡർബർഗിന്റെ ഫുള്ള് പേര് ജോഷുവ ലെഡർബർഗ് എന്നാണ്. നമ്മൾ ലെഡർബർഗ് എന്ന് പഠിച്ചാൽ മതി. ലെഡർബർഗ് ആൻഡ് എഡ്വാർഡ് ടാറ്റം, TATUM. ഈ രണ്ട് സയന്റിസ്റ്റുകളാണ്, ലെഡർബർഗ് ആൻഡ് ടാറ്റം എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് കോൺജുഗേഷനെ പ്രപ്പോസ് ചെയ്തത്. എന്താ സംഭവം? വളരെ ഈസിയാണ്. നോക്കിക്കോ, രണ്ട് ബാക്ടീരിയ, സപ്പോസ് ഇതൊരു ബാക്ടീരിയ ഉണ്ട്, ഇത് മറ്റൊരു ബാക്ടീരിയ ഉണ്ട്. രണ്ട് ബാക്ടീരിയ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആണ്. ഞാനിവിടെ ജനറ്റിക് മെറ്റീരിയൽ വരച്ചു. സിമിലർ ആയിട്ട് ഇയാളുടെ ഉള്ളിലും ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആണ്. ഇത് DNA ആണ്, ഇത് ഇതിന്റെ DNA ആണ്. രണ്ട് ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ നമുക്കറിയാം എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ ജനറ്റിക് മെറ്റീരിയൽ ഈസ് നോൺ ആസ് വാട്ട്? പ്ലാസ്മിഡ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ പ്ലാസ്മിഡ്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, എനിവേ ദിസ് ഈസ് ഈ പ്ലാസ്മിഡ്. ഞാൻ മഷീന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇതാണ് ഇതിന്റെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. സി സപ്പോസ് ദിസ് ഈസ് ഈ പ്ലാസ്മിഡ്.
ഈ പ്ലാസ്മിഡിൽ ഒരു എഫ് ജീൻ പ്രസന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ പ്ലാസ്മിഡ് നമ്മൾ വിളിക്കും എഫ് ഫാക്ടർ എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? എഫ് ഫാക്ടർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എഫ് ഫാക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയനെ നമ്മൾ എഫ് പ്ലസ് ബാക്ടീരിയ എന്ന് വിളിക്കും. എന്താണ്? എഫ് പ്ലസ് ബാക്ടീരിയ. ഇനി അടുത്ത ബാക്ടീരിയയില് ഈ എഫ് ഫാക്ടർ ആബ്സെന്റ് ആണ്. അതിന് നമ്മൾ വിളിക്കും എഫ് മൈനസ് ബാക്ടീരിയ. എന്താണ്? എഫ് മൈനസ് ബാക്ടീരിയ. കാര്യം മനസ്സിലായോ? വളരെ ഈസിയാണ്. അതായത് ആദ്യത്തെ ഒരു ബാക്ടീരിയ ഇവിടെ, രണ്ടാമത്തെ ബാക്ടീരിയ ഇവിടെ. ഒന്നാമത്തെ ബാക്ടീരിയയിൽ DNA ഉണ്ട്, രണ്ടാമത്തെ ബാക്ടീരിയയിൽ DNA ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ബാക്ടീരിയയിൽ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാ പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ജീൻ ഉണ്ട്, എഫ് ജീൻ എന്ന് വിളിക്കുക. നമ്മൾ അതൊന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എഫ് ജീൻ എന്ന് വിളിക്കുക. അപ്പൊ ആ എഫ് ജീൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാസ്മിഡ് നമ്മൾ വിളിക്കും സാധാരണ എഫ് ഫാക്ടർ. എന്താ വിളിക്കുന്നത്? പ്ലാസ്മിഡ് ഇസ് ഓൾസോ നോൺ ആസ് എഫ് ഫാക്ടർ. അപ്പൊ എഫ് ഫാക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്മിഡ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയത്തിന് എഫ് പ്ലസ് ബാക്ടീരിയ, അതായത് ഇത് മെയിൽ ബാക്ടീരിയ ആയി മാറി. എഫ് പ്ലസ് മെയിൽ ബാക്ടീരിയ ആയി. ഇതെന്താണ്? ഇല്ലാത്ത ആളെ എഫ് മൈനസ് ബാക്ടീരിയ, അതായത് നമുക്ക് ഫീമെയിൽ ബാക്ടീരിയ ആയി കൺസിഡർ ചെയ്യാം. നോക്കുക, ഈ എഫ് പ്ലസ് ഉള്ള ആളിൽ നോക്കുക, ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ബാക്ടീരിയയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആണ് പിലി. ആ പിലി എന്തിന്റെ ഫോർമേഷൻ ഉണ്ടാവും? കോൺജുഗേഷൻ ബ്രിഡ്ജിന്റെ ഫോർമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണിത്? കോൺജുഗേഷൻ ബ്രിഡ്ജ്. നിങ്ങളിപ്പോ അത് അറിഞ്ഞാൽ മതി. കോൺജുഗേഷൻ ബ്രിഡ്ജ്. രണ്ടാളുടെ ഇടയിൽ ഒരു കോൺജുഗേഷൻ ബ്രിഡ്ജിന്റെ ഫോർമേഷൻ ഉണ്ടാക്കും. കോൺജുഗേഷൻ ബ്രിഡ്ജ് ആരാണ് ഇത് ഫോം ചെയ്തത്? ബൈ പിലി അല്ലെങ്കിൽ പൈലി. പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ മനസ്സിലായോ? പിലി എന്ന് പറയുന്നത്. ഇപ്പൊ പിലി എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ഇതിനിടയിൽ ഒരു കോൺജുഗേഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കും. പിലി കാണുന്നത് ആരിലാണ്? ഈ പ്ലാസ്മിഡ് കാണുന്ന ബാക്ടീരിയത്തിലാണ് പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുക. അവരാണ് ഈ കോൺജുഗേഷൻ ബ്രിഡ്ജ് ഉണ്ടാകുന്നത്. ഇപ്പൊ നോക്കി, രണ്ട് ബാക്ടീരിയ പരസ്പരം കണക്റ്റഡ് ആണ്. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഈ പ്ലാസ്മിഡ് ഇതിന്റെ റെപ്ലിക്കേഷൻ നടന്നിട്ട് അതുപോലുള്ള ഒരു കോപ്പി ഉണ്ടാക്കും. ഇതിന്റെ റെപ്ലിക്കേഷൻ നടന്നിട്ട് അതുപോലുള്ള ഒരു കോപ്പി ഉണ്ടാക്കും. ഇത് മൂവ് ചെയ്ത് കോൺജുഗേഷൻ ബ്രിഡ്ജിലൂടെ മൂവ് ചെയ്ത് ഫൈനലായിട്ട് എവിടെ എത്തി? നമ്മുടെ എഫ് മൈനസ് ബാക്ടീരിയത്തിലെത്തി. സംഭവം മനസ്സിലായോ? എന്താണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്? ആദ്യത്തെ ബാക്ടീരിയത്തില് ഒരു പ്ലാസ്മിഡ് ഉണ്ടായിരുന്നു, അയാളെ എഫ് ഫാക്ടർ എന്ന് പറയും. അതിലുള്ള ആളെ എഫ് പ്ലസ് ബാക്ടീരിയ എന്ന് പറയും. ഇല്ലാത്ത ആളെ എഫ് മൈനസ് ബാക്ടീരിയ എന്ന് പറയും. ആൻഡ് ദെൻ ഫോർമേഷൻ ഓഫ് എ കോൺജുഗേഷൻ ബ്രിഡ്ജ് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദം. ഈ കോൺജുഗേഷൻ ബ്രിഡ്ജിലൂടെ പ്ലാസ്മിഡിന്റെ കോപ്പി ഉണ്ടാക്കിയിട്ട് അതിനെ മറ്റത്തിലേക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ ആരെത്തി? ഇപ്പൊ ഇവിടെ ഈ പ്ലാസ്മിഡ് എത്തി അല്ലെ? ഇവിടെ പ്ലാസ്മിഡ് എത്തി. ആ പ്ലാസ്മിഡ് എത്തി കഴിഞ്ഞാൽ പിന്നെ എഫ് മൈനസ് ബാക്ടീരിയ എന്തായിട്ട് മാറി? എഫ് പ്ലസ് ബാക്ടീരിയമായിട്ട് മാറി. എന്തായിട്ട് മാറി? എഫ് പ്ലസ് ബാക്ടീരിയമായിട്ട് മാറി. വളരെ രസകരമാണ്. ഇനി ഈ ബാക്ടീരിയ എഫ് പ്ലസ് ബാക്ടീരിയ വേറൊരു എഫ് മൈനസ് ബാക്ടീരിയത്തിന് ഇതേപോലെ കോപ്പി ഉണ്ടാക്കിയിട്ട് കോൺജുഗേഷൻ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അയാൾ എഫ് മൈനസ് ആയി. പിന്നെ ആ എഫ് മൈനസ് എഫ് പ്ലസ് ആയി മാറി അല്ലെ? ആ എഫ് പ്ലസ് വേറൊരു എഫ് മൈനസിന് ഇതേപോലെ കോൺജുഗേഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് പ്ലാസ്മിഡിന്റെ കോപ്പി ഉണ്ടാക്കി കൊടുക്കും. അയാളും എഫ് പ്ലസ് ആക്കി മാറ്റും. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതൊരു മെത്തേഡ് ഓഫ് എന്താണ്? നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കോൺജുഗേഷൻ. Conjugation എങ്ങനെയാണ്? The conjugation is actually the transfer of F factor or the plasmid factor through the conjugation bridge formed between the F plus and F minus bacteria. എന്താണ് conjugation എന്ന് പറയുന്നത്? It is a transfer of F plasmid or F factor. Transfer of plasmid or F factor through the conjugation bridge formed between the F plus and the F minus bacteria is known as what? Conjugation എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ്. Okay guys, about today's class we have discussed some details regarding Monera എന്ന് പറയുന്ന പെർട്ടിക്കുലർ കിങ്ഡത്തിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഇന്ന് പഠിച്ച, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ആർക്കി ബാക്ടീരിയാസ് ആൻഡ് യു ബാക്ടീരിയയുടെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നോട്ട് വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. നല്ലൊരു അത്യാവശ്യം നല്ല നോട്ടാണ് ഞാൻ ഇവിടെ റെഫർ ചെയ്യുന്നത്. നല്ല കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ NCERT-യുടെ ഈ പോർഷൻസ് വായിക്കുക. നിങ്ങൾ ഈ ക്ലാസ് കേട്ട് ഈ ക്ലാസ്സിന്റെ നോട്ട് പഠിച്ചിട്ടാണ് NCERT വായിക്കാൻ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ തൊറവായിട്ട് നിങ്ങൾക്ക് ഉള്ളിലുണ്ടാകും. അപ്പൊ ആ കൺസെപ്റ്റുകൾ നിങ്ങൾ മാക്സിമം ക്ലിയർ ആക്കുക. കാര്യങ്ങൾ വ്യക്തമാണല്ലോ? ഓക്കെ. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ കൺസെപ്റ്റുകൾ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് വരിക. ഓക്കെ. കാരണം ഇതിന്റെ ഫോളോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, സൈനോ ബാക്ടീരിയാസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് മൈക്കോപ്ലാസ്മയെ കുറിച്ചും കൂടി പഠിക്കാനുണ്ട്. എന്നാൽ നമ്മുടെ മൊനീറ കിങ്ഡം കഴിഞ്ഞു. പിന്നെ അടുത്ത കിങ്ഡത്തിലേക്ക് നമുക്ക്, അതായത് പ്രോട്ടിസ്റ്റയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രിപ്പറേഷൻസ് മാക്സിമം ചെയ്തിട്ട് വരിക. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.